നടന്നു കൊയങ്ങിയോ? ചോക്ലേറ്റ് ജ്യൂസ്. ഹലോ, നമ്മളിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എടുക്കാൻ വേണ്ടിയിട്ട് പാടത്ത് പോവാണ്. നമ്മൾ ക്ലേ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ക്ലേ ഉണ്ടാക്കാനുള്ള മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പാടത്തെ മണ്ണെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പം അതുകൊണ്ട് പോവാണ്. അപ്പോൾ നമ്മൾ അടുത്ത് പോയിട്ട് മണ്ണെടുത്തിട്ട് വരാം. സമയം 5:30 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോയിട്ട് എടുത്താലേ നമുക്ക് തിരിച്ച് വരുമ്പോൾ രാത്രിയാവുന്നതിന് മുമ്പ് തിരിച്ചെത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അപ്പം തന്നെ പോയിട്ട് എടുക്കണം. പിന്നെ എവിടെയാണ് കറക്റ്റ് സാധനം ഉള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ പോയിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ അത് എവിടെയാണുള്ളതെന്ന്. എന്നിട്ട് വേണം അത് എടുക്കാൻ. പോകുന്ന വഴിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കാട് പിടിച്ച് മൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വഴിയൊന്നും കറക്റ്റ് മനസ്സിലാവാത്ത തന്നെ നമ്മളപ്പോൾ അങ്ങനെ കണ്ടെത്തിയായിട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ ആകെ 2-3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. വഴിയിൽ നിന്ന് ആൾ കൂടിയിട്ട് ഒരു പടയായിട്ട് തന്നെയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല പോകുമ്പോഴുള്ള ഈ ഒരു ആവേശമൊന്നും തിരിച്ചു വരുമ്പോൾ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കുറേ നടന്ന് ഈ പാടത്ത് ഈ വാഴത്തോട്ടത്തിലാണ് നമ്മളെത്തിയത്. വാഴത്തോട്ടത്തിൽ വേറെ കുറേ വാഴ അല്ല, അങ്ങനെയല്ല. അപ്പോൾ ഈ വാഴത്തോട്ടത്തിൻ്റെ വരമ്പത്തുള്ള ഈ മണ്ണുണ്ടല്ലോ, ഈ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇത് ഏകദേശം ഒരു ചളി തന്നെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് വിയേർഡായിട്ട് തോന്നിയെങ്കിലും പക്ഷേ ഇതൊക്കെ അടിപൊളി സാധനമാണ്. ചോക്ലേറ്റ് പോലെയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള, ഞാൻ അത്യാവശ്യം കുറച്ച് എമൗണ്ട് അധികം തന്നെ എടുക്കുന്നുണ്ട്. കാരണം ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് കുറയുമല്ലോ. കാരണം ഇതിൽ കുറേ കല്ലും സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഏകദേശം നമ്മൾ വെള്ളത്തിൽ അലിയിച്ച് കഴിയുമ്പോൾ എല്ലാം പോകും. അപ്പം ഞാൻ കുറച്ചധികം ഇതായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഇതെല്ലാം ചിരട്ട ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം എടുക്കണേ. യാത്ര ഇഷ്ടപ്പെട്ടോ? നടന്നു കൊയങ്ങിയോ? അതുകൊണ്ടാണോ പുറത്തിരിക്കണേ? ക്ലേ ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ടയേർഡായി. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള വേറെ പറമ്പിൽ പോയിട്ട് മാങ്ങ എടുക്കാനുള്ള പരിപാടിയാണ്. പക്ഷെ എത്ര ഇറങ്ങിയിട്ടും എൻ്റെ ഒന്നൊന്നും മാങ്ങയിലല്ല എത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവസാനം കുറേ എൻ്റെ മൽപ്പിടുത്തത്തിന് ശേഷം ഒരു മാങ്ങ കിട്ടി എനിക്ക്. ആ പറിച്ചെടുത്ത മാങ്ങകളൊന്നും വായ വയ്ക്കാൻ കൊള്ളില്ലായിരുന്നു. എല്ലാം പാകമാവാത്ത മാങ്ങയായിരുന്നു. പിന്നെ കുറച്ചൊക്കെ കഴിച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബാക്കിയൊക്കെ അവിടെ എറിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ നമ്മൾ മണ്ണ് കളക്ട് ചെയ്തു, പാടം എക്സ്പ്ലോർ ചെയ്തെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലോട്ട് വന്നു. അത്യാവശ്യം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തു കൊണ്ടുവന്ന ക്ലേ അന്ന് തന്നെ ഞാൻ വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. കാരണം ഇന്ന് തന്നെ ആക്കി കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഏകദേശം പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ മോർണിംഗിലോട്ട് നമുക്ക് ഉണങ്ങിയിട്ട് സെറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ അത് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് വെള്ളത്തിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കാരണം കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മുഴുവൻ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കണം. കാരണം അതിൻ്റെ കല്ലൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഭയങ്കര പ്യുവറായിട്ട് ഭയങ്കര നൈസായിട്ടുള്ള തരിതരിയുള്ള മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ക്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം ഇതെല്ലാം ഇതുപോലെ മുഴുവനായിട്ട് അരിച്ച് മാറ്റുക. നല്ല അടിപൊളി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഏകദേശം ഒരു ചോക്ലേറ്റ് ഷേക്കിൻ്റെ പോലെയുണ്ട് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അതിന്
അതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ അധികം വെള്ളം ഇതിലോട്ട് ഒഴിച്ച് നേർപ്പിക്കുന്നുണ്ട്. കാരണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ചധികം വെള്ളം ഇതിൻ്റെ മുകളിലും ഈ തരി മണ്ണൊക്കെ താഴെയായിട്ട് നിൽക്കും. എന്നിട്ട് ആ വെള്ളം മാത്രം ഒഴിവാക്കി കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഒരു 10-15 മിനിറ്റ് ഏകദേശം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നാലേ വെള്ളം അങ്ങനെ ആയിട്ട് നമുക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഏകദേശം വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതിനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളം പോകുന്ന ടൈപ്പിലുള്ളൊരു തുണി ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെക്കണം. ഞാൻ ഇപ്പോൾ ഒരു ചതുരത്തിൽ 4 കല്ല് വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ കുറച്ച് കട്ടിയാക്കി എടുത്തിട്ട് വെള്ളം ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഒഴിച്ച് വെക്കുക. ഇത് ഏകദേശം എന്തായാലും ഒരു നൈറ്റ് മുഴുവനായിട്ട് ഇത് അനക്കാണ്ട് വെക്കണം. ചിലപ്പോൾ അതിൽ കൂടുതൽ സമയം എടുത്തായിരിക്കും. നിങ്ങൾ എത്ര എമൗണ്ട് വാട്ടർ അതിൽ ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇതിൻ്റെത് ഇപ്പോൾ ഏകദേശം ഇപ്പം തന്നെ അടിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം ഒരു ഡേ മൊത്തത്തിൽ നമ്മൾ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ പിറ്റേ ദിവസം കാണുമ്പോൾ മറ്റേ ഡയറി മിൽക്ക് സിൽക്ക് പോലെ ഇരിക്കും. അല്ല അത്രയൊന്നുമില്ല, ഏകദേശം ഭയങ്കര കട്ടിയായിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇനി അതിനെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് സെറ്റാക്കിയിട്ട് എടുക്കണം. കണ്ടോ, ഇപ്പോൾ കാണാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇങ്ങനെ വേണം, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ സപ്പോസ് ഇത് ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം നിങ്ങൾക്ക് വെക്കാം കേട്ടോ. എന്നിട്ട് ഏകദേശം ഇതുപോലെ ആക്കി എടുക്കണം. എന്നാലും കുറച്ച് നനവതിൽ വേണം, ക്ലേ ആണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഷേപ്സൊക്കെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ ക്രാക്കൊന്നും വീഴുന്ന ടൈപ്പ് അല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് പുറത്ത് വെക്കരുത്. ഇത് നമ്മൾ എന്തായാലും നല്ല വൃത്തിക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ലോങ് ടേമിലോട്ട് ഇത് നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയെന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ കുഴച്ചിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ ഇത് അടച്ചു വെക്കണം. എന്നാൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവും. പിന്നെ നമ്മൾ വീണ്ടും ആദ്യം മുതൽ ചെയ്ത സ്റ്റെപ്പ് എല്ലാം ഇങ്ങനെ ഫോളോ ചെയ്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ അലിയിച്ചെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് വൃത്തിക്ക് നമ്മൾ എന്തായാലും സ്റ്റോർ ചെയ്യണം. അപ്പോൾ എൻ്റെ അത്യാവശ്യം നല്ല എമൗണ്ട് സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനിത് ഇതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ബാക്കി വരുന്ന പോർഷൻ പിന്നെ വേറെ ആയിട്ട് ഉപയോഗിക്കാനാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും കൊണ്ടുപോയി വെക്കരുത്. പാത്രമൊക്കെ കണ്ട് ചോക്ലേറ്റാന്ന് വെച്ചാൽ നമ്മൾ എടുക്കില്ല, അങ്ങനെയൊന്നും ആരും എടുക്കില്ല. എന്നാലും വൃത്തിക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തായാലും സൂക്ഷിച്ച് വെക്കണം. എൻ്റെ ഈ ബാക്കി വരുന്ന എമൗണ്ട് ഞാനൊരു കവറിൽ കെട്ടിയിട്ടാണ് വെച്ചേ. കാരണം ഈ ഉണ്ടാക്കി കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു ക്ലേ ഉപയോഗിച്ചിട്ടായിരിക്കും. ബാക്കിയുള്ളത് കുറച്ച് ലോങ് ടേമിലോട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള മണ്ണ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ വേണ്ടി മറക്കണ്ട. ഇതുപോലത്തെ കുറേ ഷേപ്സ് നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ബൈ. അല്ല ഇത് തരുമോ?